ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗം. ഇതിനു മുമ്പ് നാം പഠിച്ച ശ്ലോകങ്ങളിൽ സൂചിപ്പിച്ചത് അഹങ്കാരത്തെയും അതിൻ്റെ തന്നെ വിവിധ ഭാവങ്ങളായ ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം എന്നിവയെയും ഒരു സാധകൻ വെടിയണമെന്നും അങ്ങനെ മനഃശാന്തി നേടി ആത്മസാക്ഷാത്കാരത്തിനുള്ള അർഹത നേടണം എന്നുമാണ്. അങ്ങനെ അർഹത നേടിയവൻ, അങ്ങനെ ഒരു സാമർഥ്യം സമ്പാദിച്ചവൻ എങ്ങനെയിരിക്കും എന്ന് 54-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. 54-ാമത്തെ ശ്ലോകം: ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ബ്രഹ്മഭൂതഃ ബ്രഹ്മത്വം പ്രാപിച്ച്, പ്രസന്നാത്മാ ആത്മപ്രസാദം ലഭിച്ചവൻ, ന ശോചതി ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കുന്നില്ല, ന കാംക്ഷതി ഒന്നിനെയും ആഗ്രഹിക്കുന്നുമില്ല, സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും സമഃ സമഭാവനയുള്ളവനായിട്ട്, പരാം ഉത്തമമായ മദ്ഭക്തിം ലഭതേ പരമാത്മഭക്തിയെ പ്രാപിക്കുന്നു. ഞാൻ ബ്രഹ്മമാണ് എന്ന ബോധം ഹേതുവായി പ്രസന്നനായി തീർന്ന സാധകൻ ദുഃഖിക്കുന്നില്ല, കാക്ഷിക്കുന്നില്ല. സർവചരാചരങ്ങളിലും സമഭാവനയുള്ളവനായി അവൻ ഉത്തമമായ പരമാത്മഭക്തിയെ പ്രാപിക്കുന്നു. സാധകൻ നേടിയ ശാന്തിയെ നിലനിർത്താൻ നിരന്തരമായ അഭ്യാസവും ജാഗ്രതയും വേണം. സുഖദുഃഖങ്ങളും അഹന്തയും എല്ലാം അയാളുടെ അന്ധഃകരണത്തെ അസ്വസ്ഥമാക്കാൻ ശ്രമിക്കും. നിരന്തരമായ സാധന കൊണ്ട് ബ്രഹ്മഭാവത്തെ പ്രാപിച്ചവൻ ശോകമോഹങ്ങൾക്ക് അതീതനായിത്തീരുന്നു. ബ്രഹ്മഭൂതൻ സകലതും ബ്രഹ്മമായി കാണുന്നു. ഈ ജഗത്ത് മുഴുവനും താൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്നവന് പിന്നെ മറ്റൊന്നിനെക്കുറിച്ച് ആഗ്രഹിക്കുകയോ എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുക എന്നൊരവസ്ഥ വരില്ലല്ലോ. തന്നിൽ നിന്നും അന്യമായി മറ്റൊന്നുമില്ല എന്ന് വരുമ്പോൾ ഭയവും സന്ദേഹവും ഉണ്ടാവില്ല. ഇപ്രകാരം ജ്ഞാനനിഷ്ഠനായവൻ പരമേശ്വരനായ എന്നിൽ ജ്ഞാനമാകുന്ന ഭക്തിയെ പ്രാപിക്കുന്നു. 7-ാം അധ്യായത്തിൽ 4 വിധം ഭക്തന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ആർത്തൻ ദുഃഖിക്കുന്നവൻ, ജിജ്ഞാസു ഈശ്വരതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അർത്ഥാർത്ഥി ധനം ആഗ്രഹിക്കുന്നവൻ, പിന്നെ ജ്ഞാനിയും. ആത്മസ്വരൂപത്തെ അറിഞ്ഞവനിലുള്ള പരയായ ഭക്തിയെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ 4 വിധത്തിൽ ഉള്ള ഭക്തന്മാരിൽ 4-ാമത്തേതായ ഏറ്റവും പരമവും ഉത്തമവും ജ്ഞാനലക്ഷണത്തോടു കൂടിയതുമായ ഭക്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനലക്ഷണത്തോടു കൂടിയ ഈ ഭക്തി കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. സഹ അവൻ, ഭക്ത്യാ ഭക്തി കൊണ്ട്, മാം എന്നെ, യഹ ഏതൊരുത്തൻ, യാവാൻ ച അസ്മി എങ്ങനെയിരിക്കുന്നവനെന്നും, തത്വതഃ വാസ്തവമായിട്ട് അല്ലെങ്കിൽ ഉള്ളവണ്ണം, അഭിജാനാതി അറിയുന്നു, തതഃ എന്നിട്ട്, മാം എന്നെ പരമാത്മാവിനെ, തത്വതഃ പരമാർത്ഥമായി, ജ്ഞാത്വാ അറിഞ്ഞിട്ട്, തദനന്തരം അതിനുശേഷം, വിശദേ പ്രവേശിക്കുന്നു. പരാഭക്തി കൊണ്ട് എൻ്റെ മഹിമ എത്രയെന്നും എൻ്റെ സ്വരൂപം എന്തെന്നും ഒക്കെ അയാൾ ശരിയായി അറിയുന്നു. അങ്ങനെ എൻ്റെ യഥാർത്ഥ സ്വരൂപം നേരിട്ടറിഞ്ഞ് എന്നോട് ചേർന്ന് ഒന്നായിത്തീരുന്നു. ബ്രഹ്മത്വം പ്രാപിച്ച സാധകന് ഞാൻ പരമാത്മാവാണ് എന്ന ബോധമുണ്ടാകുന്നു. നിരുപാധികമായ പരമാത്മാവിനെ അറിയുമ്പോൾ ക്ഷേത്രജ്ഞൻ അഥവാ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന അഖണ്ഡബോധം ജനിക്കുന്നു. ആത്മജ്ഞാനോദയത്തിൽ അജ്ഞാനത്തിൻ്റെ മറ നീങ്ങുന്നു, അഥവാ ജീവഭാവം ഇല്ലാതെയാകുന്നു. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇവിടെ ജീവാത്മാവ് പരമാത്മാവ് എന്ന് രണ്ടില്ല. അതുകൊണ്ട് തന്നെ പരമാത്മാവിൽ ലയിക്കുന്നു, പ്രവേശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അല്ല,
സ്വപ്നം കാണുന്നവൻ ജാഗ്രതയിലേക്ക് ഉണരുന്നത് പോലെയാണത്. ജാഗ്രതാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ പിന്നെ സ്വപ്നം കണ്ടവന് വ്യക്തിത്വമില്ല, അത് അപ്രത്യക്ഷമാകുന്നു. അതുപോലെ ആത്മസാക്ഷാത്കാരത്തിൽ സാധകന്റെ ജീവാത്മാവ് എന്ന വ്യക്തിത്വം വേറെ നിലനിൽക്കില്ല. ജീവൻ ശിവനായി ഉണരും. ഇതാണ് ജീവ ബ്രഹ്മ ഐക്യാനുഭൂതി. വീണ്ടും ഭഗവാൻ തുടരുന്നു. 56-ാമത്തെ ശ്ലോകം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. സർവകർമാണി സകല കർമ്മങ്ങളെയും സദാ എപ്പോഴും കുർവാണഃ അപി ചെയ്യുന്നവനായിരുന്നാലും മദ്വ്യപാശ്രയഃ എന്നെ ആശ്രയിച്ചവൻ മത്പ്രസാദാത് എൻ്റെ അനുഗ്രഹം കൊണ്ട് ശാശ്വതം നിത്യവും അവ്യയം നാശരഹിതവുമായ പദം അവാപ്നോതി സ്ഥാനത്തെ പ്രാപിക്കുന്നു. എല്ലാ കർമ്മങ്ങളും എന്നെ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ചെയ്യുന്നവൻ എൻ്റെ അനുഗ്രഹത്താൽ ശാശ്വതവും അവ്യയവുമായ പരമപദം പ്രാപിക്കുന്നു. വിഹിതമെന്നും നിഷിദ്ധമെന്നുമുള്ള ഭേദത്തെ വകവയ്ക്കാതെ ഭഗവാനെ ശരണം പ്രാപിച്ച് എന്നും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഭഗവത് പ്രസാദം കൊണ്ട് പരാഭക്തി കൊണ്ട് നിത്യവും നാശരഹിതവുമായ തൻ്റെ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അതായത് ഭഗവാനെ ശരണം പ്രാപിച്ചവൻ വിധിക്കും നിഷേധത്തിനും അതീതനാണ് എന്നർത്ഥം. നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്തു പോയാൽ പോലും അതുപോലും അവനെ അധപ്പതിപ്പിക്കുന്നില്ല. നിത്യ നൈമിത്തിക കർമ്മങ്ങൾക്ക് ഫലമുണ്ടെങ്കിൽ അതും അവൻ അനുഭവിക്കുന്നില്ല. പരമാത്മാവ് ഒന്നുമാത്രം അവലംബമായി നിൽക്കുന്ന അവന് ഒരു കർമ്മവും ബന്ധഹേതുവാകുന്നുമില്ല. അയാൾ ശാശ്വതവും നാശരഹിതവുമായ മോക്ഷത്തെ തന്നെ പ്രാപിക്കും. ഇനി 57-ാമത്തെ ശ്ലോകം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തഃ സതതം ഭവ. ചേതസ മനസ്സുകൊണ്ട് സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും മയി സന്യസ്യ എന്നിൽ സമർപ്പിച്ചിട്ട് മത്പരഃ പരമാത്മതത്പരനായി ബുദ്ധിയോഗത്തെ ഉപാശ്രിത്യ ആശ്രയിച്ചിട്ട് സതതം എപ്പോഴും മച്ചിത്തഃ ഭവ പരമാത്മാവിൽ ഉറച്ച മനസ്സുള്ളവനായി നീ ഭവിച്ചാലും. മനസ്സുകൊണ്ട് സർവകർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് എന്നെ പരമപ്രാപ്യ സ്ഥാനമായി കരുതി ബുദ്ധിയോഗത്തെ അവലംബിച്ചുകൊണ്ട് സദാ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ. വിവേക വിചാരമാണ് ബുദ്ധിയുടെ പ്രധാന വ്യാപാരം. സത്യവും മിഥ്യയും വേർതിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതാണ് ബുദ്ധിയോഗം. ബുദ്ധിയെ ഏകാഗ്രമാക്കി നിർത്തുക. ക്ഷത്രിയനായ അർജുനൻ്റെ ഗുണം രജസും തമസും ചേർന്നതാണ്. ദോഷമുള്ളതാണെങ്കിൽ കൂടി സ്വകർമ്മം അനുഷ്ഠിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അർജുനൻ്റെ മുമ്പിൽ സ്വന്തം ഗുണത്തിന് അനുരൂപമായി വന്നിരിക്കുന്ന കർമ്മമാകട്ടെ യുദ്ധവുമാണ്. അത് ചെയ്തേ മതിയാകൂ. അത് ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ പരമാത്മാവിൽ ഉറച്ചു നിന്നുകൊണ്ട് പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ കർമ്മം ചെയ്യുക. അങ്ങനെ ബ്രഹ്മാർപ്പണം ചെയ്ത് ബ്രഹ്മപരനായിട്ടിരിക്കുന്നവനെ യുദ്ധത്തിൽ നടത്തുന്ന ഹിംസ പാപരൂപമായി ബാധിക്കുകയില്ല. ഏത് കർമ്മവും ഈശ്വരാർപ്പണമായി ചെയ്താൽ അത് ബന്ധകാരണം ആവുകയില്ല. ഇനി 58-ാമത്തെ ശ്ലോകം നോക്കാം. മച്ചിത്തഃ സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധ ചേത്വമഹങ്കാര ന ശ്രോഷ്യസി വിനക്ഷ്യസി. മച്ചിത്തഃ എന്നിൽ മനസ്സ് വച്ചിരിക്കുന്ന ത്വം നീ മത്പ്രസാദാത് എൻ്റെ അനുഗ്രഹം കൊണ്ട് സർവദുർഗാണി എല്ലാ തടസ്സങ്ങളെയും തരിഷ്യസി തരണം ചെയ്യും, കടക്കും. അധ പിന്നെ അഹങ്കാരാത് അഹംഭാവം നിമിത്തം ഇമം ഉപദേശം ഈ ഉപദേശത്തെ ന ശ്രോഷ്യസി ചേത് കേൾക്കുന്നില്ല എങ്കിൽ വിനക്ഷ്യസി നീ നശിച്ചു പോവുകയും ചെയ്യും. എന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന നീ എൻ്റെ അനുഗ്രഹത്താൽ സർവപ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും. അഹംഭാവം നിമിത്തം ഈ ഉപദേശം കേൾക്കുന്നില്ല എങ്കിൽ അത് നിന്റെ അധപ്പതനത്തിന് ഇടവരുത്തുകയും ചെയ്യും. ഈശ്വര സാന്നിധ്യത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്.
അതുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്യുക. ബുദ്ധിയിൽ സദാ ഈശ്വര സ്മരണ ഉണ്ടാവുമ്പോൾ മനസ്സും ശരീരവും ആ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ താനേ വരും. അങ്ങനെ വരുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും ഭഗവത് പ്രസാദത്താൽ തരണം ചെയ്യാൻ ഒരുവന് സാധിക്കും. എന്നാൽ ഞാൻ പണ്ഡിതനാണ് എന്ന അഹങ്കാരത്തോടെ ഈ ഉപദേശം സ്വീകരിക്കാതെ ഇരുന്നാൽ വിനാശമായിരിക്കും ഫലം എന്നും ഭഗവാൻ പറയുന്നു. വിഷയാസക്തിയിൽ മുഴുകി ജീവിതം നയിക്കുന്നവന് നിയന്ത്രിക്കാനാവാത്ത വികാരങ്ങളുണ്ടാകും, അശുദ്ധവാസനകളും ഉടലെടുക്കും. അങ്ങനെയുള്ളവൻ സർവനാശത്തിൽ പതിക്കും എന്നതും തീർച്ചയാണ്. ഭഗവാൻ തുടരുന്നു 59-ാമത്തെ ശ്ലോകത്തിൽ, യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യസി. അഹങ്കാരം, അഹംഭാവത്തെ ആശ്രയിച്ചിട്ട് ന യോത്സ്യ ഇതി, ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന്, യാതൊന്ന് ഹേതുവായിട്ട് മന്യസേ നീ വിചാരിക്കുന്നു, തേ നിന്റെ, ഏഷഃ വ്യവസായഃ ഈ നിശ്ചയം, മിഥ്യ വെറുതെയാണ്, പ്രകൃതി സ്വഭാവഗുണം, ത്വാം നിയോക്ഷ്യസി നിന്നെ നിയോഗിക്കും, അഥവാ യുദ്ധത്തിൽ നിന്നെ തീർച്ചയായും ഏർപ്പെടുത്തും. അഹങ്കാരത്തെ ആശ്രയിച്ച് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നീ കരുതുന്നുണ്ടല്ലോ, നിന്റെ ഈ തീരുമാനം വെറുതെയാണ്. പ്രകൃതി നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. അർജുനനിൽ സ്വാഭാവികമായി ഉള്ള ക്ഷാത്രഗുണം രജസും തമസും ചേർന്നതാണ്. അത് അദ്ദേഹത്തെ യുദ്ധത്തിൽ പിടിച്ചിറക്കുക തന്നെ ചെയ്യും. കർത്തൃത്വാഭിമാനമുള്ളവൻ അഥവാ ഞാൻ ചെയ്യുന്നു എന്ന ബോധത്തോടെ കർമ്മം ചെയ്യുന്നവൻ ബദ്ധനാണ്, മുക്തനല്ല. ബദ്ധനായിട്ടുള്ളവൻ കർമ്മത്തിന് അധീനനായിട്ടിരിക്കും. കർമ്മം ഗുണത്തിനധീനമാണ്, ഗുണവും കർമ്മവും ആകട്ടെ പ്രകൃതിക്ക് അധീനവുമാണ്. അതുകൊണ്ട് തന്നെ ബദ്ധനായ അർജുനന്, താൻ ചെയ്യുന്നു എന്ന കർത്തൃത്വ അഭിമാനത്തോടെ നടക്കുന്നതായ അർജുനന് പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഖണ്ഡിതമായി പറഞ്ഞത്, പ്രകൃതിസ്ത്വാം നിയോക്ഷ്യസി, പ്രകൃതി നിന്നെ കൊണ്ടത് തീർച്ചയായും ചെയ്യിപ്പിക്കും, നിനക്ക് യുദ്ധം ചെയ്യേണ്ടതായി തന്നെ വരും. ഹരി ഓം തത്സത്.